ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയുടെ കട്ടിങ് കണ്ടു നോക്കാം. അപ്പോൾ മോഡൽ സിൽക്കാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രിൻ്റ് ഒരേ ദിശയിലേക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കട്ടിങ് കൊടുത്തിട്ട് പ്രിൻ്റ് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയുള്ള മെറ്റീരിയലുകൾ വരുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ടിങ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ആം ഹോളോ അങ്ങനെയുള്ള കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൂസ് ഫിറ്റ് കട്ട് കഫ്താൻ ടൈപ്പ് കുർത്തിയുടെ കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ കട്ടിങ് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ക്ഷമയോടുകൂടി നോക്കിയിരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ടീനേജേഴ്സും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ യൂസ് ചെയ്യുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസൊക്കെ നമുക്ക് നാലായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വിരിച്ചിടുക. ഫ്രണ്ട് രണ്ടായിട്ട് മടക്കുക, ബാക്ക് രണ്ടായിട്ട് മടക്കുക. അങ്ങനെ ടോട്ടൽ 4 പീസുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഫുൾ എത്രയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹാഫ് 22.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 45 ഇഞ്ച് വീതിയുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ വീതിക്കനുസരിച്ച് നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കൂടുതൽ കിട്ടും. ഇനി സ്ലീവിൻ്റെ അറ്റത്തുള്ള ലൂസ് അത്യാവശ്യം ലൂസായിട്ടാണ് കിടക്കുന്നത്. ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആം ഹോൾ കർവ്, അതിൻ്റെ ഒരു കുഴിവുണ്ടല്ലോ ആം ഹോൾ, അത് ഒരു 11 ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല XXL സൈസിൽ ലൂസായിട്ടുള്ള ഒരളവാണ്. എല്ലാവർക്കും ജസ്റ്റ് നമ്മൾ നോർമലി തയ്ക്കുന്നതിനേക്കാളും 1-2 ഇഞ്ച് കൂട്ടി ഇടണം കേട്ടോ. എന്നാലാണ് ലൂസ് ഫിറ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഷേപ്പും നമ്മൾ ഒരുപാട് ഷേപ്പ് ചെയ്യുന്നില്ല. ഷേപ്പിൻ്റെ ലൈൻ മാർക്ക് ചെയ്തിട്ട് അവിടെ ചെസ്റ്റിൻ്റെ അവിടെ എടുത്തതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ 14 എടുത്തെങ്കിൽ ഷേപ്പിൻ്റെ അവിടെ 13.5 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വളച്ച് വരച്ചെടുക്കുക. കൈക്കുഴിയും ഒന്നും നമ്മളിതിനകത്ത് വെട്ടുന്നുമില്ല, വരയ്ക്കുന്നുമില്ല. ഇനി ടോട്ടൽ ഫ്ലെയർ ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഇടും നമ്മൾ. ഇത് 22.5 ഇഞ്ച് ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു 20 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിന് നമ്മൾ ആ ഷേപ്പിൻ്റെ മാർക്ക് പോയിൻ്റില്ലേ, ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 ഒക്കെ കിട്ടാൻ പാകത്തിന്. പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വളരെ താഴെയാണ്, മുട്ട താഴേക്കാണ് ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യണം. പിന്നെ താഴ്ഭാഗവും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം 2 സൈഡും തൂങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ കഫ്താൻ ടൈപ്പ് 2 സൈഡും തൂങ്ങി കിടക്കണമെങ്കിൽ നമ്മൾ വളച്ച് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെട്ടരുത്. അടിഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഒരു 37-36 ആ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് എടുക്കണം. മുട്ടിന് താഴെ സ്ലിറ്റ് വരാൻ പാകത്തിന് അളവെടുത്ത് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റിൽ എല്ലാം കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനും ഒക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം കരഭാഗമാണ് വരുന്നത്. അവിടെ നമുക്ക് തയ്ക്കുമ്പോൾ ചുളിവൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെവൽ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ കരഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവിന് അറ്റത്തൊരു പടി പോലെ വെക്കുന്നതും ഭംഗിയാണ്. പിന്നെ ഒരു ഇഞ്ചോളം ഇറക്കം നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് വീതിയിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ സ്ലിറ്റ് നമുക്ക് തയ്ക്കേണ്ട എവിടെയാണോ അവിടെ നമുക്കിതുപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടയാളം കൊടുക്കാം. പിന്നെ നമ്മൾ നെക്കൊക്കെ ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിടാം. ക്യാൻവാസിൻ്റെ സെൻറ്റർ വെക്കുമ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അത് മാർക്ക് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ ക്യാൻവാസിൽ എത്രയാണ് എടുക്കണേ നെക്കിന് അകലം, അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് കുറച്ച് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് ആണ് വെക്കുന്നത്, ക്രോസ് പീസിലാണ് വെക്കുന്നത്. റെഡിമെയ്ഡ് ലുക്കിൽ വരുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിൽ ഫ്രണ്ടിന് 3.5 എടുക്കുന്നത്. അപ്പോൾ ഒരു 3.25 കൊടുത്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. 2-2.5 ഇഞ്ചൊക്കെ നെക്കിന് ഇറക്കം മതി കേട്ടോ. ഇനി ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴുത്തകലം 3.5 ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ ക്രോസ് വയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചാൽ മതി. എന്നാലാണ് നമുക്ക് ക്രോസ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ ബാക്കിനേക്ക് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് നെക്കിനകലം 3.5 അടയാളപ്പെടുത്തി ക്യാൻവാസിൽ നെക്ക് ലെങ്ത്ത് ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വൈഡ് വീനെക്കാണ്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും. അതിതുപോലെ
ബ്രിഡ്ജ് പോലെ ഒന്ന് നിർത്തി കൊടുത്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്യുന്ന സമയത്ത് കഴുത്തിൻ്റെ അകലം മാറിപ്പോകാതെ കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ മുകളിൽ ആ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവാസ് വെക്കുന്നതിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇത് സൈഡ് പീസ് ആയതുകൊണ്ട് അവിടെ കരഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ജോയിനായിട്ട് ഉള്ള പീസ് കിട്ടുന്നില്ല. വേറെ വേസ്റ്റ് പീസൊന്നും ഇതിനകത്ത് പോകുന്നില്ല. ഈ സൈഡ് കട്ട് ചെയ്ത പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ക്യാൻവാസ് അയൺ ചെയ്ത് അതിലേക്ക് മടക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മുകൾ ഭാഗവും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് വരുന്ന എവിടെയാണോ അത് ആ തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ ക്യാൻവാസിൽ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് ഞാൻ പറഞ്ഞല്ലോ ക്രോസ് ആണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് വീതിയിൽ നെക്കിന് ആവശ്യമുള്ള നീളത്തിന് ഒരു ക്രോസ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വീതിക്ക് ക്രോസ് വന്നിട്ടുണ്ടെങ്കിൽ കഴുത്ത് നമുക്ക് ഫിനിഷായിട്ട് കിട്ടില്ല. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് നമ്മൾ അടിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ചെറിയ വീതിയിലാണ് ബാക്ക് നെക്ക് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് നമുക്ക് മതി. ഇനി നമുക്ക് വേണ്ടത് സ്ലീവിന് അറ്റത്തേക്ക് ചെറിയൊരു പടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ആ പടി ഇപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കൂടുതൽ കിട്ടും. അതുപോലെ സ്ലീവിൻ്റെ അറ്റം ഒരു പടിയായിട്ടിരിക്കുമ്പം അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ലൂസ് കൈയാണല്ലോ, അപ്പോൾ കുറച്ച് ഒരു പടിയായിട്ട് തിക്കായിട്ടിരിക്കുമ്പം നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ, നമ്മൾ 10 എടുത്തത്, അപ്പോൾ ടോട്ടൽ 20 ലെങ്ത്ത് കിട്ടാൻ പാകത്തിന് അതുപോലെ തുണി ഫോൾഡായിട്ട് ഇട്ടിട്ട് നമ്മൾ 3 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസ്, 2 സ്ലീവിന് വേണ്ടിയിട്ട് 2 പീസ്. അപ്പോൾ അതിലും നമ്മൾ ആ കരഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മടക്കി തയ്ക്കുമ്പം കനം കൂടുതൽ വരാണ്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കട്ടിയായിട്ട് വരുമ്പം ഈ പീസ് ചുളിവ് വീഴും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ക്യാൻവാസ് വെച്ച് നെക്കടിച്ച് ക്രോസ് വെച്ച് ബാക്ക് നെക്ക് അടിക്കാനൊക്കെ ഉള്ളൂ. സ്ലീവിനറ്റത്ത് കണ്ടോ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഒരു പതിച്ചൊരു സ്റ്റിച്ചൊക്കെ കൊടുത്ത് പടി ഇങ്ങനെ താഴത്തേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നെക്കെല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചും ബാക്ക് നെക്ക് ക്രോസ് വെച്ചും അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ജോയിൻ ചെയ്ത് താഴെ വരുമ്പം സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. അപ്പം ഇത് കണ്ടോ, ഷോൾഡറിൻ്റെ അവിടെ കട്ടിങ് ഒന്നുമില്ല, നല്ല ലൂസായിട്ട് തന്നെയുള്ള ഡ്രസ്സാണ്. ഒരു കഫ്താൻ ടൈപ്പാണ്. പിന്നെ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡും തൂങ്ങിക്കിടക്കുന്ന ഒരു എഫക്റ്റാണ് വരുന്നത്. അതിൻ്റെ മോഡൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ മോഡലുകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.